ഞാൻ വരാം മോളെ. ഞങ്ങൾ ഏത് കോടതി വേണമെങ്കിലും വരാം. ഞങ്ങൾ പറയാം എങ്ങനെയാണ് തനുജ ഞങ്ങളുടെ കയ്യിലെത്തിയെന്നും സിദ്ധാർത്ഥൻ സാർ ഒരു ജീവനെ രക്ഷിച്ചതാണെന്നും ഒക്കെ ഞങ്ങൾ പറയാം. താങ്ക് യു അങ്കിൾ. സിദ്ധാർത്ഥ സാറിനും കുടുംബത്തിനും വേണ്ടി ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പരിഹാരമായിട്ട് വേണം ഞങ്ങൾക്ക് ഇതെല്ലാം തുറന്നു പറയാൻ. തനൂജയുടെ അച്ഛനല്ലേ MLA സിദ്ധാർത്ഥൻ എന്നൊക്കെ അവർ ചോദിക്കും. ഏത് ചോദ്യത്തിനും ഞങ്ങൾ സത്യം പറഞ്ഞാൽ മതിയല്ലോ. കള്ളം പറയുമ്പോഴല്ലേ പലതും ഓർമ്മിച്ചു വെക്കുകയും കാണാതെ പഠിക്കുകയൊക്കെ വേണ്ടത്. ഞങ്ങൾ സത്യസന്ധമായി തന്നെ പറയും. അത് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്യും. സിദ്ധാർത്ഥ സാറ് ഞങ്ങളെ കാണാൻ വന്നതും കുഞ്ഞിനെ ഏൽപ്പിച്ചതും ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളും ഞങ്ങൾക്ക് തന്ന കാശും എല്ലാം പറയും. പറയോ? സത്യമെല്ലാം പറയോ? സത്യമെല്ലാം തുറന്നു പറയോ? കോടതിയിൽ കാര്യങ്ങളൊക്കെ തനുജ വേണ്ടെന്നോ? ഇതെന്റെ വീടാ. ഇവരെന്നെ വളർത്തിയതിന്റെ പേരിൽ പണം ഉണ്ടാക്കിയവരാ. ഞങ്ങള് തമ്മിൽ കണക്ക് പറയുന്നതിനിടെ നീ തലയിടണ്ട. തോലമണ്ട അടിച്ചു പൊട്ടിക്ക് ഞാൻ. എന്നെ ഒന്ന് അടിച്ചു നോക്ക്. പൊട്ടിക്കും, തല്ലും, കൊല്ലും. നീ ഒന്ന് ചെയ്ത് കാണിക്ക്. കാണട്ടെ ഞാനിന്ന്. ഓഹോ, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വെല്ലുവിളിക്കാണോ? ഇവിടെ കയറി വന്ന് ഇത്രയും പറയണമെങ്കിൽ ഏതവസ്ഥയിലാ ഞാനെന്ന് നീ ഒന്ന് മനസ്സിലാക്കിക്കോ. നിന്റെ വീടിനകത്ത് വന്ന് നിന്നെ വെല്ലുവിളിക്കണമെങ്കിൽ എനിക്ക് എന്തുമാത്രം ആത്മവിശ്വാസം ഉണ്ടാവുമെന്ന് അറിയാമോ? ചോണയുണ്ടെങ്കിൽ എന്റെ ദേഹത്ത് കൈവച്ച് നോക്ക്. നോക്ക്, ഒരല്പം ക്ഷമയോടെ ജീവിക്കാൻ ഞാൻ. നീ എന്റെ കയ്യിൽ നിന്ന് തീരാൻ ഇറങ്ങിയിരിക്കുവാണോ? ആണോടി? മോളെ മോളെ മോള് ഇപ്പൊ പോ. ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. മോള് ചെല്ലു മോളെ. നിക്കടിയോടെ. ജയിച്ചിട്ട് പോവാണെന്നാണോ തോന്നല്? നിന്റെ ഷോപ്പെട്ടിൽ നീ ഒരു ആണി കൂടി അടിച്ചു. അതാടി ഇപ്പൊ നടന്ന ഈ ബഹളം. നോക്ക്, ഈ ദരിദ്രവാസികളുടെ വീട്ടിലെ ആളല്ല ഇപ്പൊ ഈ തനുജ. ഞാൻ തേവക്കാട്ടെ കുട്ടിയായി ഇനി മുതല്. എന്റെ വലത്തും ഇടത്തുമായി ചന്ദ്രമതി ആന്റിയും ത്യാഗരാജനും ഉണ്ട്. നീ തേവക്കാട്ടെ കുട്ടിയല്ലെന്ന് ആരാ പറഞ്ഞേ? നീ അവിടുത്തെ ആള് തന്നെയാ. അതെന്താ തേവക്കാട്ടെ കുട്ടിയെന്ന് ഊന്നി പറയുന്നത് പോലെ? അന്നും നീ ഇതുപോലെ പറഞ്ഞല്ലോ. കളിയാക്കുവാണോടി? കാര്യമായിട്ടാ പറഞ്ഞേ. നിന്റെ ഇടത്തും വലത്തും കാവൽ നിൽക്കുന്നവരുടെ കാര്യം. സ്വന്തം ശക്തിയിൽ പേടിയുള്ളവരാ ഇതുപോലെ ആളെ കൂട്ടി നടക്കുന്ന. എന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രം മതി. നീ പക്ഷേ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്നെയും നിന്റെ ചന്ദ്രോത്തിനെയും തകർക്കാന്നുള്ളതാടി എന്റെ ഇനി മുതലുള്ള ലക്ഷ്യം. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക. എന്റെ സാധനങ്ങളൊക്കെ എടുക്കാനാ വന്നത്. ഇനി എന്റെ വിലാസം തനുജ കെയർ ഓഫ് ചന്ദ്രമതി തേവക്കാട് എന്നായിരിക്കും. അതെ, അങ്ങനൊരു അഡ്രസ് ഉള്ളതാ നിനക്ക് നല്ലത്. ഈശ്വരന്റെ തീരുമാനം സത്യത്തിലേക്കായിരിക്കും. തനുജെ, വന്ന വഴിയും പിന്നിട്ട ദൂരവും തിരിച്ചു പോവേണ്ടി വരും. നല്ലത് വരട്ടെ. അവളുടെ അനുഗ്രഹം കിട്ടി. ഇനി നിങ്ങളും കൂടെ ഒന്ന് അനുഗ്രഹിച്ചാ മതി. ഓക്കെ ആയി. എന്റെ ജീവിതം കൊണ്ട് തിന്നും കുടിച്ച് ജീവിച്ചവര് എനിക്കെതിരെ കോടതി പറയുമല്ലേ? നമുക്ക് കാണാം. ചത്താലും വേണ്ടില്ല, ഉള്ള സത്യം ഏത് കോടതിയിലും വിളിച്ചു പറയണേട്ടാ.